ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വഇദ ഖാല മൂസ പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. ലിഖൗമിഹി തന്റെ ജനതയോട്, അല്ലെങ്കിൽ ചോദിച്ച സന്ദർഭം. കാല എന്നുള്ളത് ചോദിച്ചു പറഞ്ഞു രണ്ടിനും വരും. യാ ഖൗമി, എന്റെ ജനമേ, ലിമ തുഉദൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തുന്നത്? വഖദ് തഅലമൂന, നിങ്ങൾ ഉറപ്പായിട്ടും അറിയുന്നുണ്ടല്ലോ, അന്നി, നിശ്ചയം ഞാനാണെന്ന്, റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതൻ, ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. ഫലമ്മാ സാഗൂ, എന്നിട്ടവർ വഴുതിയപ്പോൾ, അല്ലെങ്കിൽ അവർ വ്യതിചലിച്ചപ്പോൾ, അസാഗല്ലാഹു, അള്ളാഹു വ്യതിചലിപ്പിച്ചു, ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ആകട്ടെ, ലാ യഹ്ദി, സന്മാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ജനത്തെ. ഒന്നുകൂടി. വഇദ ഖാല മൂസാ ലിഖൗമിഹി, മൂസ തന്റെ ജനതയോട് ചോദിച്ച സന്ദർഭം ഓർത്തു നോക്കുക. യാ ഖൗമി ലിമ തുഉദൂനനി, എന്റെ ജനമേ, നിങ്ങൾ എന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്? വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണെന്ന്. ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും, എന്നിട്ടവർ വ്യതിചലിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല വ്യതിചലിപ്പിച്ചു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു അധർമ്മകാരികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. എന്താ പറഞ്ഞത്? മൂസാ അലൈഹി സ്വലാമിന്റെ ചരിത്രം ഉദ്ധരിച്ച് ഉണർത്തുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ. മൂസാ അലൈഹി സ്വലാമിനെ ഫിറൗൻ ഉണ്ടാക്കിയതിനേക്കാളും വലിയ പ്രയാസം ഉണ്ടാക്കിയത് അനുയായികളാണ് എന്നാണ് പണ്ഡിതന്മാർ പലരും വിലയിരുത്തിയിട്ടുള്ളത്. കാരണം ഫിറൗൻ്റെത് അത് തിരിച്ചറിയാൻ കഴിയുന്നത്, നേരിടാൻ കഴിയുന്നതുമാണ്. എന്നാൽ ബനി ഇസ്രായേല്യർ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അംഗീകരിച്ച ശേഷവും അവർ ചോദിച്ചിരുന്നത്, മൂസ, നീ വന്നിട്ട് എന്താ കാര്യം? നീ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് പീഡനം, ശേഷവും പീഡനമായിരുന്നു. അങ്ങനെയാണ് അവരെ ചെങ്കടൽ കടത്തി അക്കരെ കൊണ്ടുപോയത്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവത്തിനെ ഉണ്ടാക്കിത്താ എന്ന്. എന്നിട്ട് പിന്നെ പശുക്കുട്ടിയെ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോ, ഇന്ന ഫിഹാ ഖൗമൻ ജബ്ബാരീൻ ലൻ നദ്ഖുലഹാ ഹത്താ മാ ദാമു ഫിഹാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ, അവിടെയുള്ളത് ഭയങ്കരന്മാരാണ്, അവിടെ അവരുള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ടില്ല, നീയും അള്ളയും ചെന്ന് യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വളരെ ധിക്കാരപരമായ മറുപടി. അതുപോലെ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, നീ അള്ളാഹിന്റെ റസൂലാന്നും പറഞ്ഞ് അള്ളാഹ് പറഞ്ഞൊന്നും വന്നങ്ങ് പറഞ്ഞാ പോരാ, അള്ളാഹുവിനെ കണ്ടാലേ അംഗീകരിക്കുകയുള്ളൂ. ഇത് ഖാലു സമിഅന വ അസൈന, അവര് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക, കേട്ടു ധിക്കരിച്ചു എന്ന്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മൂസാ അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന്റെ ജനത ഏൽപ്പിച്ചിട്ടുണ്ട്. അനുസരണക്കേടിന്റെ ആശാന്മാരായിരുന്നു ബനി ഇസ്രായേല്യരിൽ ഫിറൗനിൽ നിന്ന് രക്ഷപ്പെട്ട ബനി ഇസ്രായേൽ നേതാക്കൾ എന്ന് പറയുന്നത്. സൂറ അഹ്സാബിൽ അല്ലാഹു തആല തന്നെ അത് പറഞ്ഞത് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസായെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ശേഷവും ഒക്കെയുള്ള ഉമ്മത്തു മുസ്ലിമയെ ഉണർത്താനാണ്. മൂസാ അലൈഹി സ്വലാമിനോട് ജനത പറഞ്ഞതുപോലെ ആകരുത് നിങ്ങൾ എന്ന്. അതുകൊണ്ടാണ് ബദറിൽ ഞങ്ങൾ അങ്ങനെ ആകൂല, ഞങ്ങൾ പറയുക
താങ്കളും അള്ളാഹുവും യുദ്ധം ചെയ്യൂ, ഇന്നാ മഴക്കുമാ മുഖാത്തിലൂൻ, ഞങ്ങൾ താങ്കളോടൊപ്പം യുദ്ധം ചെയ്യുകയാണ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞത്. താങ്കൾ ഞങ്ങളെ കൊണ്ട് നാളെ കടലിൽ ചാടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരൊറ്റ ഒന്ന് കരയിൽ ബാക്കിയാകുകയില്ല എന്നാണ് അൻസാരികളുടെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അതാണ് ഇതിന്റെ പശ്ചാത്തലം. അഥവാ മൂസാ അലൈഹി സ്വലാം ജനതയോട് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾക്കറിയാലോ അള്ളാന്റെ റസൂലാണ്, ഔസും ഖസറജും തമ്മിൽ അടിയുണ്ടാക്കി, അടിയുടെ വക്കോളം എത്തി മദീനയിൽ. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ കൈഫ തക്ഫുറൂന വഫീക്കും റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ കാഫിറാകുന്നു? തമ്മിലടിക്കുന്നേ ഉള്ളൂ, പക്ഷെ ചോദിക്കുന്നത് എങ്ങനെ കാഫിറാകുന്നു എന്നാണ്. അതൊക്കെ ഇതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന സംഗതികളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഉപദേശമാണ് ഈ ഉണർത്തൽ എന്നർത്ഥം. എന്നിട്ട് ബനീ ഇസ്രായേല്യർക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അവർ വഴിക്ക് വന്നില്ല. പകരം അവരവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഗോത്ര താല്പര്യങ്ങൾ, അവരുടെ വംശ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അസാൻമാർഗികമായ താല്പര്യങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നാലെ പോയതാണ് ബനീ ഇസ്രായേല്യരുടെ ചരിത്രം. സൂറ ബക്കറയില്, ആലിമ്രാനില്, പിന്നെ അതുപോലെ മായിദയില്, നിസായില് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ സംഭവമാണ്. സാഹു അസാഖല്ലാഹു ഖുലൂബഹു എന്ന് പറഞ്ഞാൽ അവര് സത്യത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയി. അസാഖല്ലാഹു ഖുലൂബഹും, അപ്പൊ അള്ളാഹു തആല അവരെ അങ്ങനെ തന്നെയാക്കി. അഥവാ അവർ വക്രമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തന്നെ വക്രതയുള്ളതാക്കുകയാണ് അള്ളാഹ്. എന്ന് പറഞ്ഞാൽ ദുനിയാവില് അള്ളാഹുവിന്റെ ഒരു രീതി ആരെയും ബലം പിടിച്ച് സന്മാർഗത്തിലാക്കുകയല്ലല്ലോ. പകരം വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, വേണമെങ്കിൽ അങ്ങനെയാകാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം. ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴിയും കാട്ടിക്കൊടുത്തിരിക്കുന്നു. ഏതാ സ്വീകരിക്കുന്നത്? അങ്ങനെ. അപ്പൊ അതിൽ മനസ്സിൽ അവർ വക്രത സ്വീകരിച്ചപ്പോൾ, സാഗ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഉന മാ തശാബഹ മിൻഹു, മനസ്സിൽ വക്രതയുള്ളവർ മുത്തശാബിഹാത്തിന്റെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞല്ലോ സൂറത്ത് ആലി ഇമ്രാൻ. അതേ സംഭവമാണിത്. ഫലമ്മാ സാഗു അസാഖല്ലാഹു ഖുലൂബഹും, അവര് അള്ളാഹുവിന്റെ കൽപ്പന, റസൂലിന്റെ കൽപ്പന അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ മരുഭൂമിയിൽ 40 കൊല്ലം അലഞ്ഞു തിരിയാൻ വിട്ട് ശിക്ഷിച്ചതിനെ കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. അവരെ അങ്ങനെ തന്നെയാക്കി. എന്നിട്ട് അവരതിന്റെ ഗതികേട് അനുഭവിക്കേണ്ടിയും വന്നു എന്നർത്ഥം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മികളെ പിന്നെ നേർമാർഗത്തിലാക്കുകയില്ല. അപ്പൊ പിന്നെ എന്തിനാ നബിനെ അയക്കണത്? എന്തിനാ കിതാബിനെ ഇറക്കണത്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ഒരുപാട് ആളുകളെ ദലാലത്തിലാക്കുന്നു, ഒരുപാട് ആളുകളെ ഹിദായത്തിലുമാക്കുന്നു. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, സ്വന്തം മനസ്സിൽ അധർമ്മവുമായി നടക്കുന്ന ആളുകളെ അല്ലാതെ അല്ലാഹു തആല ദലാലത്തിലാക്കുകയില്ല. ഇവിടെ അതേ സംഗതി തിരിച്ചു പറഞ്ഞതാണ്, ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അധർമ്മികളായ ഒരു ജനത, അവര് റസൂലിന്റെ പിന്മുറക്കാരാണ്, റസൂലിന്റെ ഉമ്മത്താണ്, ഇസ്ലാമിക സമൂഹമാണ്, ഖുർആനിന്റെ വാഹകരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരുടെ കയ്യിലുള്ളത് അധർമ്മമാണെങ്കിൽ അവർക്ക് ഹിദായത്തിന്റെ സൽഫലങ്ങൾ ലഭിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്താണ് പറയുക. നമ്മൾ പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ മുതൽക്ക് ഇങ്ങോട്ട് എല്ലായിടത്തും അത് തന്നെയാണ് വിശദീകരണം. അഥവാ ഒരാൾ അധർമ്മവുമായിട്ട് നടന്നാൽ, മനസ്സിൽ തോന്നിയാസവുമായിട്ട് നടക്കുന്നയാള് ദലാലത്തിലാകുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. സ്വാഭാവിക പ്രതിഭാസം എന്ന് നമ്മൾ പറയുന്നതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്താണ് പറയുക. ഉദാഹരണമായി, തീയിൽ കൈയിട്ടവന്റെ കൈ പൊള്ളിപ്പോയി എന്ന് നമ്മൾ പറയും. തീയിൽ കൈയിട്ടവന്റെ കൈ അള്ളാഹു പൊള്ളിച്ചു എന്നാണ് അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരിക. കാരണം എന്താ? അത് സ്വാഭാവികമായിട്ട് പൊള്ളും. പൊള്ളാതിരിക്കണമെങ്കിൽ ഇബ്രാഹിം നബിക്ക് പൊള്ളാതിരുന്നത് പോലെ അള്ളാഹു തആല പ്രത്യേകമായിട്ട് തീരുമാനിക്കണം, അപ്പോഴേ നടക്കുകയുള്ളൂ. എന്തിനാണ് ഇവിടെ ഇത് പറയുന്നത്? അങ്ങനെ മൂസാ അലൈഹി സ്വലാമിനെ പ്രയാസപ്പെടുത്തിയവരെ പോലെ നിങ്ങളായാൽ നിങ്ങളുടെയും ഗതി അത് തന്നെയായിരിക്കും എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ശേഷം പറയുന്നതും ബനി ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ്, ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ വരും. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്.
അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.